ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മോഡുലാർ കിച്ചണാണ്. അത് ഷോ കിച്ചൺ എന്ന് പറയും. അതായത് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഷീറ്റ് കിച്ചണോട് ചേർന്ന് മെയിനായിട്ട് വരുന്ന കിച്ചണാണ് ഇത് വരുന്നത്. അതിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആവുന്നതിന് മുന്നുള്ള സ്റ്റേജാണ് കാണിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഫിനിഷിംഗ് ആവുന്നതിന് മുന്നേ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് കിച്ചണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും അടുത്ത് വരുന്ന സ്വിച്ച് ബോർഡാണ് വരുന്നത്. അതിൻ്റെ ഫുൾ കൺട്രോളിങ് കാര്യങ്ങളും ആ സ്വിച്ച് ബോർഡിലാണ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണാൻ സാധിക്കും. ഈ കബോർഡ് വർക്കിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടോ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ആ ഫ്രിഡ്ജിൻ്റെ ഹൈറ്റ് നമ്മൾ നോക്കിയിട്ട് ഏകദേശം 180 സെൻറ്റിമീറ്ററിന് മുകളിലേക്കാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. 180 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് ഒരു പവർ പ്ലഗ് കൊടുത്തിരിക്കുന്നു. ആ പവർ പ്ലഗ് കൊടുത്തിരിക്കുന്ന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ഫ്രിഡ്ജ് ആണെങ്കിൽ കൂടി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പവർ പ്ലഗ് കൊടുത്തിരിക്കുന്നത്. അതൊരു 3 മോഡുകളുടെ പവർ പ്ലഗ്ഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ മോഡുലാർ ടൈപ്പ് കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് കിച്ചണിൻ്റെ പുറത്തേക്ക് ഓവൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാതെ രീതിയിൽ കിച്ചണിൻ്റെ കബോർഡിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, ഓവൻ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഈ കബോർഡിൻ്റെ അകത്താണ് വരുന്നത്. നമുക്ക് ആ ഷട്ടർ വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. നീറ്റായിട്ട് എപ്പോഴും കിച്ചണിൽ ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് അടുത്ത സെക്ഷനും വരുന്നത്. ഇത് നമുക്ക് അടുത്ത സെക്ഷൻ ഓവൻ, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സർക്യൂട്ട് കാര്യങ്ങൾ, സെപ്പറേറ്റ് ഷട്ടർ കാര്യങ്ങൾ ഇട്ടാണുണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അത് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഷട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അത്രയും സാധനങ്ങൾ അവിടെ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. എപ്പോഴും ആ കബോർഡ് എപ്പോഴും നീറ്റായിട്ടിരിക്കുന്ന ഒരു ഫീലിങ്സ് നമുക്കുണ്ടാകും. കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കുകയും ചെയ്യും. ഇനി അടുത്ത് വരുന്നത് സിങ്കിൻ്റെ ഏരിയയാണ്. സിങ്കിൻ്റെ ഏരിയ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ സാധിക്കും. സ്ക്വയർ ടിങ്കാണ് വെച്ചിരിക്കുന്നത് സിങ്ക് വെച്ചിരിക്കുന്നത്. സ്ക്വയർ സിങ്ക് വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഗ്രാനൈറ്റ് കർവ് ചെയ്തിരിക്കുന്ന രീതി തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. വേറെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ മോട്ടറിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു, DP സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഹോബിൻ്റെ ചിമ്മിണിയുടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു അത്യാവശ്യം മിക്സിയോ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു പവർ പ്ലഗ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കബോർഡ് വർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കബോർഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ അടുത്ത സെക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോബ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് ബോഷിൻ്റെ ഹോബാണ്, ഓൾറെഡി ഫിക്സഡ് ആണ്. ഇത് മുകളിൽ ഹാങ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് കണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബോഷിൻ്റെ ഹോബ് മുകളിൽ അത് ഹാങ് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 ലൈറ്റാണുള്ളത്. പിന്നെ എല്ലാം ടച്ച് സ്ക്രീനാണ് വരുന്നത്. കണ്ടോ, മുകളിൽ നിന്ന് ആങ്കർ ബോൾട്ട് ഇട്ടതിന് ശേഷം ആങ്കർ ത്രെഡ് കൊടുത്തതിന് ശേഷം അതിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ അടുപ്പ് വയ്ക്കുന്നതിന് ഏകദേശം ഒരു 6 ഇഞ്ചോളം താഴ്ത്തിയാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. കബോർഡ് അതായത് ഗ്രാനൈറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു 6 ഇഞ്ച് താഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പ് ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ഗ്രാനൈറ്റിനോട് ചേർന്ന് തന്നെ ഇരിക്കും. ഒട്ടും പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ, പൊങ്ങി വരാത്ത രീതിയിൽ തന്നെ നീറ്റായിട്ട് കിച്ചണിൻ്റെ ആ ഏരിയ നീറ്റായിട്ടിരിക്കും. പിന്നെ അതിൽ നിന്ന് കിച്ചൺ പാചകം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന മണോ സ്മെല്ലും കാര്യങ്ങളെല്ലാം തന്നെ മുകളിലേക്ക് വലിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ആ ഹോബ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത്ര ഓപ്പൺ ആയത് കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് മസ്റ്റായിട്ട് അത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് സ്മെല്ല് ഫീൽ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് മോഡുലാർ കിച്ചൺ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഡിവൈസുകളെല്ലാം തന്നെ മറച്ച് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കബോർഡിൻ്റെ അകത്ത് ചെയ്യാം. അതിൻ്റെ പ്ലഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചെയ്യാം. അതിൻ്റെ സ്വിച്ച് നമുക്ക് മെയിൻ കൺട്രോളിങ്ങിൽ കൊടുക്കാം. പിന്നെ തൊട്ടടുത്ത് സിങ്കിനോട് തൊട്ടടുത്ത് തന്നെ മോട്ടറിൻ്റെ സ്വിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെ നേരെ ഹോബ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് താത്തി ഇടുക. ഒരു 6 ഇഞ്ചോളം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ കാണിച്ച പോലെ താത്തി ഇടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കാണാൻ തന്നെ നീറ്റായിരിക്കും. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നീറ്റ് കിച്ചണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.